നമസ്കാരം. ഇനി നമ്മൾ ബേസിക് ഇലക്ട്രിസിറ്റി പാർട്ട് 2 കഴിഞ്ഞ് പാർട്ട് 3 നമ്മൾ ഡിസ്കസ് ചെയ്യാം ടൈപ്സ് ഓഫ് കണക്ഷൻസ് അല്ലെങ്കിൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസസ്. റെസിസ്റ്റൻസുകൾ 3 തരത്തിൽ ആണ് കണക്ട് ചെയ്യുന്നത്: സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ, സീരീസ് പാരലൽ അല്ലെങ്കിൽ കമ്പൈൻഡ് കണക്ഷൻ. ഇതിലും ഓരോന്നും എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. ഒന്നാമതായി സീരീസ് കണക്ഷൻ. സീരീസ് കണക്ഷനിൽ റെസിസ്റ്റൻസുകൾ അല്ലെങ്കിൽ ലോഡ് ഒന്നിന് പുറകെ ഒന്നായിട്ട്, അല്ലെങ്കിൽ ആദ്യത്തേതിൻ്റെ പോസിറ്റീവ് രണ്ടാമത്തേതിൻ്റെ നെഗറ്റീവുമായിട്ടും, രണ്ടാമത്തേതിൻ്റെ നെഗറ്റീവ് മൂന്നാമത്തേതിൻ്റെ നെഗറ്റീവുമായിട്ടും, അങ്ങനെ തുടർച്ചയായിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് മാല പോലെ കണക്ട് ചെയ്യുന്നതിനെയാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ സീരീസ് ബൾബുകളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അതായത് 12 വോൾട്ട് ബൾബ് 20 എണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ 240 വോൾട്ടിൽ നമുക്ക് കണക്ട് ചെയ്യാം. സീരീസ് ബൾബുകൾ, അതുപോലെ ഫ്യൂസുകൾ, ഇതൊക്കെ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്ന സീരീസ് ആയിട്ടാണ്. ബാറ്ററിയിൽ സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. 6 സെല്ലുകൾ, 2 വോൾട്ടിൻ്റെ 6 സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താണ് 12 വോൾട്ട് ബാറ്ററിയിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ സീരീസ് കണക്ഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ നെറ്റ് എഫക്റ്റുകൾ, ബേസിക് പ്രോപ്പർട്ടീസ്. ഒന്ന്, ടോട്ടൽ റെസിസ്റ്റൻസ് ഒന്നിന് പുറകെ ഒന്നായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആകെ റെസിസ്റ്റൻസ് എല്ലാ റെസിസ്റ്റൻസുകളുടെയും ആകത്തുകയായിരിക്കും. അതായത് R=R1 + R2 + R3 എക്സെട്ര. രണ്ടാമത്തേത്, വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് ഈച്ച് റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി റെസിസ്റ്റൻസ് വാല്യൂ. ഓരോ റെസിസ്റ്റൻസിൻ്റെയും ഇടയിലുള്ള വോൾട്ടേജ്, അതിനാണ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ 3 റെസിസ്റ്റൻസുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഒരു 50 വോൾട്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓരോ റെസിസ്റ്റൻസിൻ്റെയും ഇടയിലുള്ള വോൾട്ടേജുകൾ, അല്ലെങ്കിൽ ഓരോ റെസിസ്റ്റൻസിൻ്റെയും 2 ടെർമിനലുകൾക്കിടയിൽ നമ്മൾ മെഷർ ചെയ്താൽ, വോൾട്ട് മീറ്റർ വെച്ച് നോക്കിയാൽ അവിടെ കാണിക്കുന്ന വോൾട്ടേജ് ആ ഓരോ റെസിസ്റ്റൻസിനും ആനുപാതികമായിരിക്കും. അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് ആ വോൾട്ടേജ് ഡ്രോപ്പുകളുടെ ഓരോന്നിൻ്റെ ഇടയിലുള്ള വോൾട്ടേജിനെ വോൾട്ടേജ് ഡ്രോപ്പ് എന്നാണ് പറയുക. അപ്പോൾ ആ വോൾട്ടേജ് ഡ്രോപ്പുകളുടെ ആകെത്തുകയായിരിക്കും. അതായത് ടോട്ടൽ വോൾട്ടേജ് V=V1 + V2 + V3 എക്സെട്ര ആയിരിക്കും. അതുപോലെ ഓരോ റെസിസ്റ്റൻസിനും ഇടയിലുള്ള വോൾട്ടേജ് അതിൻ്റെ റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷണലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് V=I×R ആണല്ലോ. അപ്പോൾ V1 I×R1, I1×R1, V2 I2×R2, V3 I2×R3. പക്ഷേ ഒരു സീരീസ് കണക്ഷനിൽ കറണ്ട് എപ്പോഴും സെയിം ആയിരിക്കും. ഒന്നിലേക്ക് കയറി, രണ്ടിലാമത്തേതിൽ കയറി, മൂന്നാമത്തേതിൽ കയറി, അങ്ങനെ പോകുന്ന കറണ്ട് ഒരേ വാല്യൂ ആയിരിക്കും. അപ്പോൾ എല്ലാം സെയിം ആണ്. അതുകൊണ്ട് V1 I×R1, V2 I×R2, V3 I×R3. സീരീസ് കണക്ഷനിൽ കറണ്ട് പാസ് ചെയ്യുന്നത്, എല്ലാ റെസിസ്റ്റൻസിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ അളവ് സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. I=I1, I2 I3 എക്സെട്ര. അതായത് ടോട്ടൽ റെസിസ്റ്റൻസ്, ടോട്ടൽ കറണ്ട് കറണ്ട് പാസിംഗ് ത്രൂ ഈച്ച് റെസിസ്റ്റൻസസ്. പിന്നെ സീരീസ് കണക്ഷൻ്റെ മറ്റൊരു പ്രത്യേകത, സീരീസ് കണക്ഷനിൽ എവിടെയെങ്കിലും ഒരു ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഉണ്ടെങ്കിൽ ആ സർക്യൂട്ടിലൂടെ പൂർണ്ണമായും കറണ്ടിൻ്റെ ഫ്ലോ നിൽക്കും. ദർ ഇസ് എനി വൺ ഓപ്പൺ ഇൻ എ സീരീസ് സർക്യൂട്ട്, the current will not flow through that circuit. ഒരേപോലെയുള്ള ഒന്നിലധികം റെസിസ്റ്റൻസുകൾ സീരീസുകൾ കണക്ട് ചെയ്താൽ ടോട്ടൽ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് വാല്യൂ ഗുണിക്കണം നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ഇൻ ദാറ്റ് സർക്യൂട്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത, സീരീസ് കണക്ഷനുകളിൽ ഒന്നിലധികം റെസിസ്റ്റൻസുകൾ ഉണ്ടെങ്കിൽ അതിൽ ഹയസ്റ്റ് വാല്യൂ ഉള്ള റെസിസ്റ്റൻസിനെക്കാട്ടിലും കൂടുതലായിരിക്കും ആ ടോട്ടൽ റെസിസ്റ്റൻസ്. അതായത് ഒരു
അതിൻ്റെ റെസിസ്റ്റൻസുകൾ ആഡ് ചെയ്യപ്പെടുകയായിരുന്നു. അപ്പോൾ 10 ഓമും 5 ഓമും സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് 10 + 5 15 ഓം ആയിരിക്കും. അതിൻ്റെ കൂടെ 6 ഓമും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 15 + 6 21 ഓം ആയിരിക്കും. അങ്ങനെ ടോട്ടൽ റെസിസ്റ്റൻസ് R1 + R2 + R3. അപ്പോൾ അതിനകത്തുള്ള ആ സീരീസ് കണക്ഷനിലുള്ള ഏറ്റവും വലിയ റെസിസ്റ്റൻസിനേക്കാളിലും കൂടുതലായിരിക്കും ആ കണക്ഷൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ്. സീരീസ് കണക്ഷന് ഉദാഹരണങ്ങൾ പറഞ്ഞു. സീരീസ് ലൈറ്റ്, അതുപോലെ ഫ്യൂസ് കണക്ട് ചെയ്യുന്നത്, നമ്മൾ പിന്നെ സീരീസ് ബൾബുകളൊക്കെ ഉണ്ടല്ലോ, മാല ബൾബുകൾ, അതുപോലെയുള്ള ലൈറ്റിങ്ങുകൾ, അതുപോലെ സെൽ കണക്ഷനിൻ്റെ ബാറ്ററി, ഇതൊക്കെ സീരീസ് കണക്ഷന് ഉദാഹരണങ്ങളാണ്. ഇനി പാരലൽ കണക്ഷൻ എന്താണെന്ന് നോക്കാം. പാരലൽ കണക്ഷനിൽ സമാന്തരമായിട്ട് ഒന്നിനോടൊന്ന്, ഒരു റെസിസ്റ്റൻസിനോട് മറ്റൊന്ന് സമാന്തരമായിട്ടാണ് കണക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു റെസിസ്റ്റൻസിൻ്റെ പോസിറ്റീവുകൾ എല്ലാം കൂട്ടി യോജിപ്പിക്കുന്നു, നെഗറ്റീവുകളെല്ലാം കൂട്ടി യോജിപ്പിക്കുന്നു, പോസിറ്റീവ് നെഗറ്റീവും മറ്റൊരു ഇലക്ട്രിക്കൽ സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള കണക്ഷനെയാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. പാരലൽ കണക്ഷൻ്റെ സാധാരണ നമ്മൾ ഓഫീസ് ലൈറ്റിങ്ങും ഇതൊക്കെ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുക. കാരണം അവിടെ വോൾട്ടേജ് എല്ലാ സർക്യൂട്ടിലൂടെയും വോൾട്ടേജ് സെയിം ആയിരിക്കണം. ഇനി പാരലൽ കണക്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രത്യേകത, ദ വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ is the same and is equal to the applied voltage of the circuit. ആ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് എത്രയാണോ അതായിരിക്കും ഓരോ റെസിസ്റ്റൻസിലൂടെയുമുള്ള വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ. ഇനി രണ്ടാമത്തെ പ്രത്യേകത, അത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ 240 വാട്ടിൻ്റെ ബൾബ് നമ്മളൊരു സപ്ലൈയിൽ കൊടുക്കുകയാണെങ്കിൽ അതുപോലെ വേറൊരു ബൾബും കൂടെ കത്തിക്കണമെങ്കിൽ അതുപോലെ അതിന് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യും. വീണ്ടും മൂന്നാമതൊരു ബൾബ് വേണമെങ്കിൽ അതും സീരിയസ് ആയിട്ട്, അതായത് പോസിറ്റീവ് ഉള്ളിടത്ത് പോസിറ്റീവും നെഗറ്റീവ് ഉള്ളിടത്ത് നെഗറ്റീവും എല്ലാ ബൾബിൻ്റെയും കണക്ട് ചെയ്യുക. അപ്പോൾ അത് 3 ബൾബുണ്ട്, 3ഉം ഒരേ പ്രകാശത്തിൽ പ്രകാശിക്കും. നേരെ മറിച്ച് അത് സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരു ബൾബിൻ്റെ നെഗറ്റീവ് എടുത്ത് മറ്റേതിൻ്റെ പോസിറ്റീവിലും മറ്റേതിൻ്റെ നെഗറ്റീവ് എടുത്ത് അടുത്തതിൻ്റെ പോസിറ്റീവിലും അങ്ങനെ കൊടുത്തിട്ട് 2 എൻഡുകൾ നമ്മൾ പവർ സോഴ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ 240 വോൾട്ട് ഈ 3 ബൾബിലൂടെയും പിന്നെ ഡിവൈഡ് ചെയ്യപ്പെട്ടു പോവുകയും ബൾബിൽ ആവശ്യത്തിനുള്ള വോൾട്ടേജ് എത്താതിരിക്കുകയും ബൾബ് ഡിമ്മായി കത്തുകയും ചെയ്യും. അത് നമ്മൾ പ്രായോഗികമായിട്ട് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുതന്നെയാണ് പാരലൽ കണക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പാരലൽ കണക്ഷൻ്റെ പ്രത്യേകതകൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയാം. ദ വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ് ഈസ് സെയിം. ആൻഡ് രണ്ടാമത്തേത്, കറണ്ട് ഫ്ലോയിങ് ത്രൂ ഈച്ച് റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി റെസിസ്റ്റൻസ് വാല്യൂ. ഓരോന്നിലൂടെയും കടന്നു പോകുന്ന കറണ്ടിൻ്റെ അളവ് ആ റെസിസ്റ്റൻസിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് റെസിസ്റ്റൻസ് കുറയുമ്പം കറണ്ട് കൂടുമല്ലോ. പ്രതിരോധം കുറഞ്ഞാൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ അളവ് കൂടും. I is inversely proportional to resistance. അപ്പോൾ അതുകൊണ്ട് I = V/R ആണല്ലോ ഓംസ് ലോ പ്രകാരം. I = V/R. അതുകൊണ്ട് ഒന്നാമത്തെ റെസിസ്റ്റൻസിലൂടെ കടന്നു പോകുന്ന കറണ്ട് I1 = V/R1. രണ്ടാമത്തിലൂടെ കടന്നു പോകുന്ന കറണ്ട് I2 = V/R2. V അവിടെ സെയിം ആണ്. I3 = V/R3 എക്സെട്ര. അങ്ങനെയാണ് അതിലൂടെ ഓരോ റെസിസ്റ്റൻസിലൂടെയും കടന്നു പോകുന്ന കറണ്ടിൻ്റെ അളവ്. ഇനി ടോട്ടൽ കറണ്ട് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ഈച്ച് റെസിസ്റ്റൻസ്. ആ സർക്യൂട്ടിലൂടെയുള്ള ആകെ കടന്നു പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്റൻസിലൂടെയും കടന്നു പോകുന്ന കറണ്ടിൻ്റെ ആകെത്തുകയായിരിക്കും. അതായത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് രണ്ടോ മൂന്നോ ഉപകരണങ്ങളിലൂടെ കറണ്ട് പോവുകയാണ്. അതായത് 3 റെസിസ്റ്റൻസുകൾ കണക്ട് ചെയ്തിരിക്കുന്നു പാരലായിട്ട്. അപ്പോൾ ആകെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒന്നാമത്തിലൂടെ പോകുന്നത് പ്ലസ് രണ്ടാമത്തിലൂടെ പോകുന്നത് പ്ലസ് മൂന്നാമത്തിലൂടെ പോകുന്ന കറണ്ട്, അതിൻ്റെ ആകെത്തുകയാണ് ടോട്ടൽ കറണ്ട്. I =
I1 plus I2 plus I3 etc. നാലാമത്തെ കണക്ഷൻ, ദ റെസിപ്രോക്കൽ ഓഫ് ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് റെസിസ്റ്റൻസ് ജോയിൻഡ് ഇൻ പാരലൽ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി റെസിപ്രോക്കൽസ് ഓഫ് ദി ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള പ്രിൻസിപ്പിളാണ് 1/R. R is equal to total resistance. 1/R is equal to 1/R1 plus 1/R2 plus 1/R3 etc. അപ്പോൾ അത് വാല്യൂ അപ്ലൈ ചെയ്തിട്ട് റെസിപ്രോക്കൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കാണും. അതായത് R is equal to 1/R, ക്യാപിറ്റൽ R, 1/R is equal to 1/R1 plus 1/R2 plus 1/R3. അതാണ് ടോട്ടൽ റെസിസ്റ്റൻസ്, പാരലൽ കണക്ഷനിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല. അപ്പോൾ അതുപോലെ പിന്നെ ഒരേ വാല്യൂ ഉള്ള ഒന്നിലധികം റെസിസ്റ്റൻസുകൾ പാരലായിട്ട് കണക്ട് ചെയ്തതിൻ്റെ ടോട്ടൽ കാണാനാണെങ്കിൽ അതിനെ ഒരു റെസിസ്റ്റൻസ് വാല്യൂവിനെ പിന്നെ ആ റെസിസ്റ്റൻസ് നമ്പർ ഓഫ് റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 10 ഓം റെസിസ്റ്റൻസ് ഉള്ള പിന്നെ 5 റെസിസ്റ്റൻസുകൾ, 10 ഓം റെസിസ്റ്റൻസ് 5 എണ്ണം നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്താൽ അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് 10 ഹരിക്കണം 5 2 ഓം ആയിരിക്കും. അതായത് അപ്പോഴതിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യം കൊണ്ട് മനസ്സിലാക്കാം. ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് എ പാരലൽ സർക്യൂട്ട് ഈസ് ഓൾവേസ് ലെസ് ദാൻ സ്മോളസ്റ്റ് റെസിസ്റ്റൻസ് ഇൻ ദാറ്റ് സർക്യൂട്ട്. പാരലൽ കണക്ഷനുകളുടെ ആകെ റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിലെ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിനേക്കാട്ടിലും ചെറുതായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 15, 30, 40, 3 അങ്ങനെ ഓം അങ്ങനെ കുറേ റെസിസ്റ്റൻസുകൾ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഞാനിപ്പോൾ പറഞ്ഞതിൽ ഏറ്റവും ചെറിയ വാല്യൂ 3 ആണെന്ന് ഇരിക്കട്ടെ. എന്നാൽ അതിനേക്കാട്ടിലും കുറവായിരിക്കും അതിൻ്റെ ആ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇനി പാരലൽ കണക്ഷൻ്റെ ഉപയോഗങ്ങൾ, നമ്മൾ ഓഫീസ് ലൈറ്റിങ്ങും വീടുകളിലൊക്കെ ലൈറ്റിങ്ങുകളൊക്കെ എല്ലാം പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതുപോലെ ഓരോ ലോഡും ഇൻഡിവിജ്വലായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ, കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മളത് പാരലായിട്ട് കണക്ട് ചെയ്ത് ഓരോന്നിനും ഇൻഡിവിജ്വൽ സ്വിച്ച് കൊടുത്തേ തീരൂ. അപ്പോൾ അതാണ് പാരലൽ കണക്ഷൻ്റെ ഉപയോഗങ്ങൾ. ഇനി മൂന്നാമത്തേത് ടൈപ്പ് കണക്ഷൻ, സീരീസ് പാരലൽ കണക്ഷൻ. അതായത് 2 റെസിസ്റ്റൻസുകൾ പാരലായിട്ടും അതിനോട് 2 റെസിസ്റ്റൻസുകൾ സീരീസ് ആയിട്ടും കണക്ട് ചെയ്യും. അതായത് പാരലൽ കണക്ഷനും അല്ലെങ്കിൽ കണക്ഷനുകളും സീരീസ് കണക്ഷനുകളും ചേർന്ന കണക്ഷനാണ് സീരീസ് പാരലൽ കണക്ഷൻ അല്ലെങ്കിൽ കമ്പൈൻഡ് കണക്ഷൻ. അപ്പോൾ ചിത്രത്തിൽ നോക്കാം. പിന്നെ അവിടെ 2 റെസിസ്റ്റൻസുകൾ പാരലായിട്ടും പിന്നെ അതിനോട് 2 or 3 റെസിസ്റ്റൻസുകൾ തുടർച്ചയായി സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് അതിൻ്റെ എൻഡുകളിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ്. അതുപോലെ ഇത്തരം കണക്ഷനെയാണ് സീരീസ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണം നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഈ സ്റ്റോറേജ് സെല്ല്, ലെഡ് ആസിഡ് ബാറ്ററിയിൽ അതിൽ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ പിന്നെ ഓരോ യൂണിറ്റുകൾ ആയിട്ട് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ ഒരു 3 or 6 സെല്ലുകൾ സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഒരു ബാറ്ററി. ലെഡ് ആസിഡ് ബാറ്ററിയിൽ 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ആണെങ്കിൽ അതുപോലെ 6 സെല്ലുകൾ ഉണ്ടാവും. 6 സെല്ലിൻ്റെ അകത്ത് 6 സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓരോ സെല്ലിലും പാരലായിട്ട് പ്ലേറ്റുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊരു സീരീസ് പാരലൽ കണക്ഷന് ഉദാഹരണമാണ്. ഈ മോഡൽ ക്വസ്റ്റ്യന് ഒന്നാമത്തേത് നോക്കാം. If 3 resistances 20 ohm, 25 ohm and 30 ohm are connected in series, then calculate the total resistance of combination. 3 റെസിസ്റ്റൻസുകൾ 20 ohm, 25 ohm, 30 ohm സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ആകെ റെസിസ്റ്റൻസ് എത്ര? സീരീസിൽ കണക്ട് ചെയ്തിരിക്കുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് R is equal to R1 plus R2 plus R3. R1 20 ohm, R2 25 ohm, R3 30 ohm. 20 പ്ലസ് ടോട്ടൽ റെസിസ്റ്റൻസ് R is equal to R1 plus R2 plus R3
20 + 25 + 30 75 ഓം. അപ്പം സീരീസ് കണക്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കുക, ഏത് തരമാണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ റെസിസ്റ്റൻസുകൾ തമ്മിൽ കൂട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ 10 ഓം, 15 ഓം, 30 ഓം അത് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ റെസിസ്റ്റൻസ് എത്ര? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 1 പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 1/R1 = 1/R2 + 1/R = 1/R1 + 1/R2 + 1/R3. അപ്പോൾ 1/R = 1/10 + 1/15 + 1/30. 10, 15, 30ൻ്റെ LCM 30. അത് കാൽക്കുലേറ്റ് ചെയ്താൽ 3 + 2 + 1/30. അതായത് 1/R = 6/30, അല്ലെങ്കിൽ അതിനെ ലഘൂകരിച്ചാൽ 1/5. അപ്പോൾ 1/R = 1/5 ആണെങ്കിൽ R = അത് നേരെ തിരിച്ചിടുക 5 ഓം. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് R = 5 ഓം. അതായത് 10, 15, 30 ഓമുകൾ സീരീസ് ആയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആകെ റെസിസ്റ്റൻസ് 5 ഓം ആയിരിക്കും. അതായത് അതിലെ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിനേക്കാളും താഴ്ന്ന ഒരു വാല്യൂ ആയിരിക്കും സീരീസ് കണക്ഷനിൽ ടോട്ടൽ റെസിസ്റ്റൻസ്. കൂടുതൽ പ്രോബ്ലംസ് ഞാൻ താഴെ വാട്സാപ്പിൽ അയക്കാം. നിങ്ങളതിൻ്റെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. സംശയമുണ്ടെങ്കിൽ ചോദിക്കുക.